ഹേ ഗൈസ്, അപ്പോൾ വീട്ടോക്സിന്റെ പുതിയ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ വന്ന കമന്റിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ മൂന്നാമത്തെ കമന്റ് റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ അപ്ലോഡ് 17 വീഡിയോ അങ്ങനത്തെ നമ്മൾ കഴിഞ്ഞ മാസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചാലഞ്ചും ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൽ വന്ന കമന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ വീഡിയോയിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നമുക്ക് മറുപടി പറയാൻ പറ്റുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ ഉള്ള ഒരുപാട് കോമൺ ആയിട്ടുള്ള കമന്റ്സ് ഉണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു, അതല്ല ഒരുപാട് പേര് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് അങ്ങനത്തെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തായാലും എനിവേ താങ്ക് യു സോ മച്ച്. പിന്നെ വേറെ കാര്യം, നമ്മുടെ ഒരാളില്ല അവിടെ കൂടെ. ടോക്കിനെ നമ്മള് ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞയച്ചു. ഇനിയിപ്പോൾ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോ അതെ, അതുകൊണ്ട് ഏക്കനെ വീട്ടിലോട്ട് പറഞ്ഞയച്ചു. ഗൈസൊക്കെ സാങ്കേതിക തകരാറുകളും വീട്ടിൽ നിൽക്കേണ്ട ഒരു സംഭവം ഉണ്ടായി. നല്ല വിഷമമുണ്ട്, കൂടെ സന്തോഷവും. ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ പോയേക്കണം. ഓക്കെ, തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇല്ല വരൂലേ? നമുക്ക് ആദ്യം തന്നെ റാഷിക് ടിവിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, റാഷിയെ കാണാൻ ഹൃദയഹാരിയായ പ്രണയകഥ എന്ന മൂവിയിലെ നടനെ പോലെ ഉണ്ടെന്ന്. എടാ അത് നീ കണ്ടിട്ടില്ല? എടാ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു പടമില്ലേ, എനിക്ക് തോന്നുന്നു മറ്റേ ഒരു കുഞ്ചാക്കോവിന്റെ പാടുന്നുണ്ട്, അതിലൊരു ഓട്ടക്കാരൻ. അതല്ല, അതായിരിക്കും ആച്ചങ്ങയായിരിക്കും. അത് ഇതിനു മുന്നേ കുറെ പേര് ഗൂഗിൾ എടുത്ത കറക്റ്റ് ഫോട്ടോ കാണാം. ആളെ മനസ്സിലായോ? എന്നെ കാണാൻ ഒരു സിനിമ നടൻ പോലെ ഉണ്ട്. നിന്നൊക്കെയോ നിന്നെയും അവനല്ലോ ഇവ നിന്നെ അല്ല നോർത്ത് ഇന്ത്യയിൽ പോയി കാണാൻ പറ്റും. 22 വയസ്സ് ഉള്ള ഞാൻ കളർ അടിച്ചാൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ആമി സോ ലക്കി ടു ഹാവ് സച്ച് സപ്പോർട്ടിംഗ് പേരൻസ്. ഹെയർ കളർ ചെയ്ത ആമീസ് വേറെ ലുക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഏക്കയും കൂടെ വേണമായിരുന്നു. ഇന്ന് ശരിയാക്കി വരുമ്പോ നീ വന്നാ മതി. അല്ല, ഏക്കയും കൂടെ വേണം. അങ്ങനെ വായിച്ചോ ബ്രോ, ദേവിക എനിക്കൊന്ന് സെറ്റ് ആക്കി തരും. പൊന്നു മക്കളെ, അറിയാവുന്നോണ്ട് പറയാണ്. പിന്നെ അവളെ നേരിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞുണ്ടല്ലോ. കമന്റൊക്കെ ഡിലീറ്റ് ചെയ്യും, യൂട്യൂബേ ഡിലീറ്റ് ചെയ്യും. അതെ, നമ്മളെ പബ്ലിക് ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ, ഫുഡ് പുറത്ത് കൊണ്ടുപോയി കൊടുത്തത്. അതില് വരുന്ന കമ്പനി AK ടോക്കിനെയും കമ്പനിയും കാണാൻ സിഗ്മ ലുക്കാണ്, ഒന്നും പറയാനില്ല ഇജ്ജാതിന്ന്. സിഗ്മ ലുക്കാ? സിഗ്മ സിഗ്മ ലുക്ക് എന്ന് വെച്ചാൽ നമ്മൾ വായി നോക്കാൻ നിൽക്കാറില്ല, നിങ്ങളെ പോലെ അതാണ് സിഗ്മ ലുക്ക്. അതെ, കണ്ടായിരുന്നു. ഏതൊരു പെങ്കൊച്ചു വന്നിട്ട് മയക്കും കൊണ്ട് ഇന്നത് കൂട്ടി എത്രയെന്ന് പറഞ്ഞപ്പോ നമ്മള് കണ്ടായിരുന്നു. ഞാൻ വേറെ എന്താ കൗണ്ടർ അടിക്കാൻ വന്നു, മറന്നില്ല. ഓർത്ത് വെച്ചോ, ഒരു സെക്കൻഡ്, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? 2 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് പറഞ്ഞ പരിപാടിയില്ല. നീ വീട്ടോക്സിൽ ഇനിയും പബ്ലിക് ആയിട്ടുള്ള ചലഞ്ച് കുറച്ചുകൂടെ വേണമെന്നാണ് പറയുന്നത്. അത് നമ്മള് കഴിഞ്ഞ ഏത് ചാലഞ്ച് നമ്മള് ഈറ്റ് പോസ്റ്റ് ആ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. ഈ മഴ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി 2-3 ചാലഞ്ച് പ്ലാൻ ചെയ്ത് ഈ മാസം ഷൂട്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്താണ്, എല്ലാം റെഡി ആയതാണ്. അപ്പോഴാണ് മഴയായിട്ട് നമ്മൾ ആകെ പെട്ടത്. പബ്ലിക് ചലഞ്ച് കയറ്റാനാണ് നമ്മൾ ട്രൈ ചെയ്തത്. പക്ഷെ മഴ കാരണം നമുക്കത് ഇച്ചിരി എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. എനിക്കൊരു കമന്റ് ഉണ്ട്, മറ്റേ നമ്മള് കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിലുള്ള കമന്റ് ആണ്. ഓക്കെ, കുറെ നാളുകൾക്ക് ശേഷം ഇക്കാനെ ആക്റ്റീവ് ആയിട്ട് ഒരു വീഡിയോയിൽ കണ്ടതിൽ നല്ല സന്തോഷം. ഇക്ക ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും ക്ലിയർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വീഡിയോയിൽ വരുന്ന വെച്ചാൽ ഇക്കക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വീഡിയോ അതിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ വ്ലോഗിൽ ചിലപ്പോൾ കാണാൻ പറ്റും, ചാലഞ്ചിലും നമ്മൾ അങ്ങനെ കാണാൻ കഴിയില്ല. ഗ്രൂപ്പ് ഇട്ടാൽ 8 ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ? 4000 കിലോമീറ്ററോ? അങ്ങനെന്തോ ട്രാവൽ ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വ്ലോഗിൽ വരാൻ പറ്റും, ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യണ്ട, അതുകൊണ്ടാണ്. ഓക്കെ, വാസ്കോ
ഹെയർ കളർ ചെയ്താൽ മാസമായിരിക്കും, പർപ്പിൾ ഹെയർ കളർ അടിക്കാമോ വാസ്കോ എന്ന് ചോദിക്കുന്നുണ്ട്. ചത്താലും ഞാൻ ചെയ്യും. അതെന്താ വാസ്കോ താല്പര്യമില്ല. കൊമ്പനെ പോലെ അവൻ ഇങ്ങനെ അവഗണിക്കരുത്. ഇവര് കൊമ്പാത്തിന്റെ സെക്കൻഡ് ഐഡിയ. ഇവർക്ക് ഹെയർ കളർ അടിച്ച കമ്പനി മാത്രമേ ഉള്ളൂ. നേരത്തെ വായിച്ചത് ഹെയർ കളർ, ഈ കഴിഞ്ഞ ഹെയർ കളർ. ഏറിനെ വിറ്റ് ജീവിക്കുന്ന ഇങ്ങനെ പോയ ഒരു ബാർബർ ഷോപ്പ് ഇടും, കൊമ്പാച്ചൻ ഹെയർ സലൂട്ട്. എന്ത് എനിക്ക് താല്പര്യമില്ല, അടിക്കില്ല. ഒന്ന് ട്രൈ എങ്കിലും ചെയ്യായിരുന്നു. മറ്റേ കുറച്ചുകൂടെ കഴിഞ്ഞു ടെമ്പററിയിൽ അടിച്ചു നോക്കായിരുന്നു. പിന്നെ ചെയ്യാം കഴിച്ചു. എന്തായാലും ഇപ്പൊ ഞാൻ ചെയ്തില്ല. അത് റാഷിക്കിനുള്ള കമന്റ് ആണ്. ഒക്കെ ഇരിക്കട്ടുള്ള ഇക്ക റാഷിക്കിനോട് സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യാൻ പറയുമോ? നൈസ് ആയിരിക്കും, റാഷിക്കിനെ കൊണ്ട് പറ്റും. പറ്റോ DB? പറ്റോ? പറ്റൂല. എനിക്കറിയില്ല, എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ കാണാം. ഞാൻ വാസ്കോയുടെ ഇന്റർവ്യൂ ചെയ്യാം. വാസ്കോ സെലിബ്രിറ്റി അല്ലേ? ഈ കമന്റ് വായിച്ചപ്പോ എനിക്ക് രാജിക്കിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റാഷിക്കിന് പറ്റുന്ന തോന്നുന്നുള്ളതാണ് ഞാൻ ഈ comment എടുത്തത്. ഞാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യും. അതെ, അതിന് ഇവിടെയുള്ള ബാക്കി സെലിബ്രിറ്റീസിനെ നീ ചെയ്യും ഇന്റർവ്യൂ. എന്നിട്ട് നമുക്ക് അതെ അതെ, വാസ്കോനെ വക്രീനല്ല, അതിനാ ചെയ്യാം. പിന്നെ ആറാട്ടനും അലഞ്ചുസ് ആ എന്നാലും കൊമ്പനെ ചെയ്യൂല. നീ എന്തിനാ ഇതൊക്കെ കൊടുക്കണേ? ഓക്കെ, ലുക്ക് അറ്റ് ദ കാര്യമൊന്നുമില്ല. കാര്യമൊന്നുമില്ല. അടുത്ത ഒരു കമന്റ് ഫ്ലേവർ ഇരിക്കുന്നുണ്ട് ഗൈസ് ബാക്കിൽ. വാസ്കോ എനിക്കിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെങ്കിൽ എനിക്ക് വാസ്കോ കിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാസ്കോ ഇതിന്റെ അങ്ങോട്ട് ഒരു കമന്റ് ആണ്. ഓക്കെ, വാസ്കോ ഷെഫ് ആയാലും പൊളിക്കുന്നുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ആരോ നിന്നെ കൊണ്ട് മറ്റേ ഹോട്ടൽ മാനേജ്മെന്റ് ഹോട്ടലിൽ പൊളിക്കും ആൾക്കാര്. അതൊക്കെ അപ്പഴേ ചിരിക്കണം കേട്ടില്ല. ഞാൻ മര്യാദയ്ക്ക് അത് ചിരിക്കാനുള്ള കമന്റ് ആണ്, അത് ചിരിച്ചോളാം. ഭയങ്കര അവസ്ഥ ഇവിടെ. പക്ഷെ വാസ്കോ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അടിപൊളിയാ. നിന്നെ കൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നൊക്കെ പറയുന്നത്, അതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ നിനക്ക്? നോക്കാം. Guys, ഇത് സത്യം പറഞ്ഞാ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനുള്ള സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇത് ചെയ്യുവാണ്. Okay. സ്വന്തമായിട്ട് പോയിട്ട് പറയാ. ഞാൻ ഉങ്ങളുടെ തമിഴ് ഫാൻ വക്രിച്ചേട്ടാ, ഞാൻ ഉങ്ങൾക്ക് പ്രേ പண்றே. പ്രേ നീ ഹോസ്പിറ്റലിൽ കിടന്നാ നന്ദി അണ്ണ, ഇനിയും ഇതേപോലെ നല്ല നല്ല കമന്റ്സ് ഇട്ട് അണ്ണ തമിഴിലെ പേസ് ഓക്കെ. ഞാൻ വേറെ ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വക്രിക്ക് എങ്ങനെയുണ്ട് അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊരു കോമൺ ആയിട്ട് ഒരു ഉത്തരം കൊടുത്തോ. എന്താ അത് ഞാൻ ബെറ്ററായി. ആദ്യത്തെ ഒരാഴ്ച ആയിരുന്നു 3 തോളയൊക്കെ അടഞ്ഞു തുടങ്ങി അല്ലേ? അതെ, 3 തൊള്ളയാ. അവര് കീഹോൾ സർജറി ചെയ്ത് അപ്പൊ 3 തോള ഉണ്ടായിരുന്നു. വയറ്റിൽ ഇപ്പൊ അടഞ്ഞിട്ടുണ്ടല്ലേ? ബെറ്ററായി ഗൈസ്, ഇപ്പൊ ബെറ്ററായി. ആ ഒരു ടൈമിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ലേറ്റ് ആണ്. ശരി, ഓക്കെ. അടുത്ത കമന്റ് വീടോക്സ് ചാനലിൽ വ്ലോഗ് പറ്റുന്ന അത്രയും ഇടണം, എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ കാണണം വ്ലോഗിലൂടെ. ഓക്കെ, ഹാപ്പി ആയിരിക്കുമ്പോഴും സാഡ് ആയിരിക്കുമ്പോഴും നിങ്ങളുടെ വീഡിയോ കണ്ടാൽ ഹാപ്പി ആകും. ജാബി ചേട്ടനും ഡോം ചേട്ടനും ചാലഞ്ചിൽ കൊണ്ടുവരാൻ നോക്കണം. ലവ് യു ബുട്ട് ക്യാമ്പ് ബോയ്സ്. നമുക്ക് കൊണ്ടുവരാം ജാബി ചേട്ടൻ. അപ്പൊ വാസ്കോ ഇനി മുതൽ ക്യാമറ വരും. ഞങ്ങൾ എല്ലാവരും ക്യാമറ ആക്കി. അതൊക്കെ ഉണ്ടാവും ഗൈസ്. ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. നമുക്ക് ജാബി, ടോം, ചാർലി ചലഞ്ച് ചെയ്യിപ്പിക്കാം. ഇത്തനോട് കൂട്ടാൻ അതാകുമ്പോ ഒരു കുടുംബശ്രീ വൈബായി. ഇത് കാണും. ഇനി മാറ്റി പറയണ്ട. ഓക്കെ, അടുത്ത കമന്റ്. സമയം കൊടുക്കല്ലേ. ഒരു ഗിഫ്റ്റ് തരാനുണ്ട്, എങ്ങനെ തരുമെന്ന്. എടാ, എനിക്ക് ആ കമന്റ് വന്നിട്ടുണ്ടോ? എടാ, എനിക്ക് അതുപോലെ ബൂട്ട് ക്യാമ്പിലേക്ക് ഒരു ഗിഫ്റ്റ് അയക്കാൻ ആഗ്രഹമുണ്ട്. ബൂട്ട് ക്യാമ്പിൽ അഡ്രസ് തരുവാന്ന് പറഞ്ഞിട്ട് അതുല്യ അഞ്ഞു. നിന്റെ ആരെ കമന്റ് ചെയ്തേ? അത് പേര് ഭയങ്കര ഇബ്രാഹിം എന്തായാലും ഗൈസ്, ഓക്കെ. അഡ്രസ് പറയുന്നതിന് മുന്നേ ഇവിടെ ബൂട്ട് ക്യാമ്പിലോട്ട് ഒരു ഗിഫ്റ്റ് വന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. ഒരു പൊട്ടൻ വന്ന ഗിഫ്റ്റ് ആണ്. ഇതുവരെ അത് പൊളിച്ചു നോക്കിയിട്ട്. ഓക്കെ ഗൈസ്, ഒരു ഗിഫ്റ്റ് വന്ന ഒരാൾ സ്നേഹത്തോടെ ഗിഫ്റ്റ് വന്നിട്ട് അത് ഒരു 2 ആഴ്ച ഇവിടെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നത്. ഇതുവരെ അത് പൊളിച്ചു നോക്കാനല്ല. ആരുടെ പേരിലാണ് വന്നേക്കുന്നത്? എഡ്വിൻ ജോർജിന്റെ പേരിലാണ് വന്നിട്ടുള്ളത്. നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി എനിക്കറിയാം, ഇത് കാർത്തിക ചേച്ചിയാണ് അയച്ചത്. നമ്മളിവിടെ വ്ളോഗില് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഗിഫ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എഡിറ്റിങ് ആ ഒരു ഇവര് വേറെ കാര്യങ്ങളൊക്കെ തിരക്കാകുമ്പോൾ ഇത് പൊട്ടിക്കാൻ കുറച്ച് ഡിലേ വന്ന്. അത് സത്യം പറഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിക്കുമായിരുന്നു. ഇതിലങ്ങ് പൊട്ടിക്കണേ. കാർത്തിക ചേച്ചി, താങ്ക് യു. അതെ, ഉറങ്ങിയോ? ഇങ്ങനെ ഇരിക്കണ
മരവിച്ച് പോയി വന്നിട്ട് കമന്റ് ആ കമന്റ് വായിക്കുക. സങ്കടം വന്നു ഉള്ളിന്ന്. ആ സങ്കടം വന്ന കമന്റ് ഒന്ന് വായിച്ചേ. എന്തൊരു സങ്കടകരമായ നിമിഷവും നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? വക്രയുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ആർക്ക് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ഒന്നിച്ച് നിൽക്കുമെന്ന് അറിയാം. യു ഗൈസ് ആർ അമേസിങ്, ഗോഡ് ബ്ലെസ് യു. അത് ഈ വക്രീടെ എന്താണ് പറഞ്ഞത്? ചാവൻ കിടന്നപ്പോൾ ഉള്ള കാര്യം പറഞ്ഞത്. ഓ ഇവ ചാവ കിടന്നപ്പോ ഓക്കെ ഓക്കെ കണ്ടോടാ, നിനക്കതിന്റെ വല്ല നന്ദി. ഇവനതിനൊന്നുമില്ല. ഇവരെ ഹാപ്പി ആക്കാൻ വേണ്ടി ഇവന്മാർ എന്തൊക്കെ ചെയ്യുന്നറിയോ? എന്നിട്ട് അതിന്റെ ഒരു നന്ദി. അവന്റെ ഓറഞ്ച് ഒരു നേരത്തെ ഗിഫ്റ്റ് തന്ന ആളെ സ്നേഹം എന്ന് പറഞ്ഞു. അതെന്താ പറഞ്ഞു? അതന്നെ ആ സ്പ്രേ എനിക്ക് ഒരു ചുമ്മയില്ല. എനിക്ക് ഇല്ല ഇതാണ് അടുത്ത സമയം കൊടുക്കല്ലേ അടുത്ത കമന്റ് വായിക്ക്. പറയാനുള്ള അവസരം കൊടുക്കല്ലേ. നിങ്ങൾ ഊക്കുമ്പോഴും കളിയാക്കുമ്പോഴും ആണ് വളരെ രസകരമായ വീഡിയോ ആകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ന് പറയുന്നത്. ഊക്കലാണ് മെയിൻ. എന്നിട്ട് ഞാനും നോക്കാൻ നേരത്ത് എന്റെ അവസ്ഥ ചോദിച്ചോക്കാം. അത് ഭയങ്കര ചോട്ടാ. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഹേറ്റ് വരുന്നത് എനിക്ക്. കാരണം എല്ലാരും കളിയാക്കുന്നത് നീയാണോ അതല്ല, എന്നെ പേഴ്സണലായിട്ട് സ്നേഹിക്കാൻ ആരുമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അപ്പൊ 4 പെമ്പിള്ളേരെ വേണമായിരിക്കും. അടുത്ത കമന്റ് വായിക്കും. അല്ല കൊമ്പ പാടാൻ തുടങ്ങിക്കരു തീർന്നു. പരിപാടി നിർത്തേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തിച്ച മുഖം കാണില്ല. അളിഞ്ഞ മുഖം കാണട്ടെ. താഴത്ത് ഫോണെ കൊണ്ട് മുഖം മറച്ചു. അടുത്ത കമന്റ് വായിക്കാന്ന്. വേറൊരു കാര്യം, കമന്റ് റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ നമ്മൾ ഇടുന്ന വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ് മാത്രമല്ല അത് ഇടണം. അല്ലാതെ ഇതുപോലെ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കമന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് മൊത്തം വീഡിയോ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോയിൽ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഫുൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നും പറഞ്ഞ് വിഷയായിരിക്കരുത്. നൈസ് വ്ളോഗ് ആയിരുന്നു. ഒന്നുകൂടി മനസ്സിലായി, നൈസ് വ്ളോഗ് ആയിരുന്നു. ആമീസ് വ്ളോഗ് പൊളിച്ചു. ആമീസിനോട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ അത് പൊളിയായിരിക്കും. ആമീസ് ക്രിയേറ്റീവ് ആയല്ലോ. ഇവ വിചാരിച്ചു ഇവനെ കുറിച്ചിട്ടായിരിക്കും അത് ആമീസ് എടുത്ത വ്ളോഗിന്റെ വീഡിയോ. വേറെ ആള് കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇടുന്ന വ്ളോഗ് ആരെ എഡിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വക്രയാണ് എഡിറ്റ് ചെയ്യുന്നത്, വ്ളോഗ് എടുക്കുന്നതും എഡിറ്റ് തന്നെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പൊലിവിൽ അണ്ണൻ ഫസ്റ്റത്തെ ഈ നൈസ് വ്ളോഗ് ആയിരുന്നു കണ്ടപ്പോൾ വായിച്ചതാ. അതിന്റെ ഇടയിൽ എന്റെ വ്ളോഗ് ഉണ്ടല്ലോ. അല്ല ഇത് ഏത് വീഡിയോന്റെ കമന്റ് എന്നറിയാം? ആമീസ് വ്ളോഗ് ഇട്ടില്ല, അതില് വന്ന കമന്റ് ആണ്. എല്ലാം സ്പോൺസർ ചെയ്യുന്നത് കൊമ്പൻചേട്ടനാണല്ലോ. കാശുകാരൻ കൊമ്പൻചേട്ടൻ ചില്ലറക്കാരനല്ല, പുലിയ അല്ല അല്ലേ? അത് വേണ്ട. സത്യാവസ്ഥ പറയണോ അതോ വേണ്ട? നമ്മള് കള്ളം പറയണോ? കള്ളം പറയണോ? ഓക്കെ, ഇത് കൊമ്പൻ തന്നെയാണ്. കൊമ്പന്റെ പൈസ തന്നെയാണ് കൊടുത്തത്. കൊമ്പൻ ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നു. ഐക്യു മാറ്റി സ്കിപ്പ്. ഇടയ്ക്ക് ഐക്യു കൂടി ഇപ്പൊ വീട്ടിൽ വരുന്ന കള്ളന്മാർക്കാണേലും കൊള്ളക്കാർക്കാണേലും അതേയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തിനുണ്ടെങ്കിൽ അതെല്ലാം കൂടി പൊതിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് സഹായം ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. കുറെ കുട്ടികൾ പഠിക്കാൻ ഒരു ബാഗ് പോലും ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾ കുറെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഈ കുട്ടികൾക്ക് വാങ്ങി കൊടുത്തേരം ഇവർക്ക് കുറെ സന്തോഷമായിരിക്കും. ഇനിയും കുറെ കുട്ടികളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റേ വ്ളോഗ്, നമ്മുടെ മൂന്നാർ ഇടുക്കി. അത് സത്യം പറഞ്ഞാൽ നമ്മളതിനെ സപ്പോർട്ടായിട്ട് നിന്നുള്ളൂ. അത് ശരിക്കും നടത്തിയത് ക്ലൈമറ്റ് റെവല്യൂഷണറി എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, നമ്മുടെ അഭിരാമിക്കും പിന്നെ ആനന്ദ് ബ്രോയൊക്കെ കൂടിയിട്ടുള്ള. അപ്പൊ അവരാണ് മെയിൻലി ഇതെല്ലാം സെറ്റ് ചെയ്ത് ബാഗും കാര്യങ്ങളും എല്ലാ സ്പോൺസർഷിപ്പ് ആണെങ്കിലും എല്ലാം കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് അവരാണ്. നമ്മൾ അതിന് സപ്പോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഭാഗമായി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റത്തെ റിയാക്ഷൻ വീഡിയോയിൽ തമിഴ്നാട് നിന്ന് ഒരാൾ കമന്റ് ചെയ്തത്, പിന്നെ രണ്ടാമത്തെ കർണാടക എന്ന് പറഞ്ഞ ആരെ കമന്റ് ചെയ്തത്, ഇതിപ്പോ മൂന്നാമത്തെ ഇപ്പൊ ശ്രീലങ്ക എന്ന് ആരെ കമന്റ് ചെയ്തിട്ടുണ്ട്. രാജ്യങ്ങൾ മാറി തുടങ്ങി. Hi, I am from Sri Lanka. I don't understand the language, but I can't understand by the view. Like love you all. ഇംഗ്ലീഷ് സിനിമ കാണുന്ന പോലെയാണ്. എടാ, പൊതുസ്ഥലത്ത് ടോക്കിക്ക് കൺട്രോൾ ചെയ്ത് ചിരിക്കാൻ അറിയാലേ, അല്ലാത്തപ്പോ കുട്ടിച്ചാത്തന്റെ ചിരി
അത് സത്യം. അത് സത്യമാണ്. ഓക്കെ കേട്ടില്ല. പാവം വാസ്കോ ക്രോക്സ് പോയ വിഷമത്തിൽ നിൽക്കുമ്പോൾ മനസ്സാക്ഷി ഇല്ലാതെ എല്ലാം നിന്ന് ചിരിക്കുന്നത് കണ്ടോ. ഇതാണ് യഥാർത്ഥ ഫ്രണ്ട്സ്. BCB പൊളിയാട്ടോ. നിങ്ങളുടെ വ്ളോഗ് എല്ലാം ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ചോണ്ടേ കാണാൻ പറ്റുമെന്ന്. ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി വളരെ ഇച്ചിരി കുറയ്ക്കണം ഇനി എഡിറ്റ് ചെയ്യുമ്പോ കേട്ടോ. ആൾക്കാർക്ക് ചിരിച്ച് ചാവാണ് കേട്ടെ. വാസ്കോയുടെ ക്രോക്സ് പോയത് പ്രാങ്ക് ആണോന്നോ? സത്യം അല്ല, വാസ്കോ എന്റെ ക്രോക്സ് പോയത് ഞാൻ തന്നെ പ്രാങ്കാന്ന് വെച്ചിട്ടുണ്ട്. ഇക്ക വരുമ്പോ ഇക്കടെ വണ്ടിയിലും കാണുന്നത് ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് ഇക്ക വരുമ്പോ അത് വക്കീലിന്റെ അടുത്ത് പക്ഷെ നീ അങ്ങനെ വിചാരിച്ചായിട്ട് നിന്റെ മുഖം പറയുന്നില്ലല്ലോ. ഇടയ്ക്ക് ഒരു ഇതിലുണ്ടായിരുന്നു. ഞാനത് നോട്ട് ഞാൻ വെച്ചാൽ ഇനിയിപ്പോ ഇക്ക വരുമ്പോ ആ ടൈമിലേ ആ പ്രാങ്ക് പൊളിക്കുമോന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നത്. ഇക്ക വന്നപ്പോഴാണ് എനിക്ക് സത്യം പോയി. ശരിക്കും ഞാൻ വിചാരിച്ചത് ഇക്ക പോകുന്നതിന്റെ മുന്നേ ഇക്ക ഇങ്ങനെ അത് പ്രാങ്ക് ഒളിപ്പിച്ച് അത് വെക്കുന്നത്. ഇവൻ 2-3 പ്രാവശ്യം ഏക്കയോട് എന്നോട് ചോദിച്ചാ ഇത് ആണെങ്കിൽ തരാൻ പറഞ്ഞ അങ്ങനെ രീതിയിൽ ചോദിച്ചായിരുന്നു. പക്ഷെ ഇവന് വിശ്വാസമില്ല. കൊറേ ഇത് വിട്ട് എങ്ങനെ വിചാരിക്കാൻ ഇവിടെ ചായ കുടിക്കാൻ വിളിക്കോ. ഞാനൊന്നും ഇല്ല, ചെരുപ്പും ഇല്ല, എനിക്കൊന്നും വരാൻ കഴിയില്ല. ഞാൻ അയ്യാതെ അതിനു വേണ്ടിട്ട് വരുന്നോ? അപ്പഴേ ഞാൻ വിചാരിച്ചു അയ്യോ അതൊന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മള് വണ്ടി കയറിയപ്പോ ദീപം പറഞ്ഞു ഞാൻ വരുന്നില്ലാന്ന്. അപ്പൊ എന്താ വെച്ചാൽ ചെരുപ്പില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പുറം ജാവിടി ചെരുപ്പുണ്ട്. ആ ജാവിടി ചെരുപ്പിട്ടില്ല. ഇല്ല എനിക്ക് വയ്യാന്ന്. അല്ലെങ്കിൽ നെയിംബ്രോ എടുക്കാം, അല്ലെങ്കിൽ ഷൂ ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. ആ ഷൂട്ട് കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇല്ല വരുന്നില്ല എന്ന് പറഞ്ഞ് കയറിപ്പോയി. അതായിരുന്നെങ്കിൽ നമ്മള് ഇത് ചെയ്തില്ല. അയ്യോ വാസ്കോ നമ്മളിത് പ്രാങ്ക് അല്ലല്ലോടാ. സാധാരണ അങ്ങനെ ഇവൻ ചായ കുടിക്കാൻ വിളിച്ചാൽ മാറി നിക്കുന്നതേ അല്ല, മലക്കും ചായയിലേക്ക്. പ്രാവശ്യത്തെ എഡിറ്റിംഗ് കൊള്ളാം. തഗ് വരുമ്പോ ഉള്ള ആ എഡിറ്റിംഗ് പൊളിക്ക. ആൻഡ് ടോക്കി തഗ് എന്റെ അമ്മ ഒരു അത് വേണ്ട, ആ കമന്റ് വേണ്ട. ആ എഡിറ്റിംഗ് കൊള്ളാം, അത് മതി, അതെടുത്താൽ മതി. എല്ലാ വ്ളോഗും നമ്മുടെ എഡ്വിൻ ബിജുബിയൻ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ചലഞ്ചും കൂടെ അവന്റെ കൊടുക്കല്ലേ, അത്രേ ഉള്ളൂ അല്ലേ? എന്നിട്ട് ഒരു പെട്ടി എടുത്തിട്ട് എന്നെ ഇങ്ങനെ കിടത്തിയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ട് സ്കൂൾസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവണം. അപ്പോൾ സ്കൂളിൽ പോകണം അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം 3-ാം തീയതി എന്റെ കോളേജ് തുറക്കും. പക്ഷെ എന്നാലും ഇവൻ തന്നെയായിരിക്കും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും കൊമ്പത്തിന് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? എല്ലാരും അടിച്ചു പൊളിക്കുക. മഴയ്ക്കാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ പോവാ ഗൈസ്. ഓക്കെ, എന്തായാലും ക്യാമറ കട്ട് ചെയ്യുന്നതിന് മുമ്പ് മറ്റേ നേരത്തെ പറഞ്ഞ കൗണ്ടർ ഓർത്ത് വെച്ചില്ലായിരുന്നോ? പറയാൻ പറ്റുമോ? അണയ്ക്കാൻ പോവാ ക്യാമറ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഗൈസ്. അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ.